കൊള്ളാലോ അനിയ, അനിയന്റെ പ്ലാൻ. താലി കെട്ടിയ ഭാര്യ ഇയാളിൽ നിന്നൊരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുമ്പോ ഇയാൾ ആ പാവത്തിനെ മറന്നിട്ട് മറ്റൊരു പെണ്ണിന് കുഞ്ഞിനെ സമ്മാനിക്കാൻ പോകുന്നു. നന്നായിട്ടുണ്ട്. അല്ല, നിനക്ക് നിനക്ക് എങ്ങനെ ഇത് പറയാൻ സാധിക്കുന്നു? നിർത്ത്, നിന്റെ പ്രസംഗം നിർത്ത്. ആദ്യം ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ. അനുവാദം ഇല്ലാതെ നീ എന്തിനാ ഈ മുറിക്കകത്ത് കയറി വന്നത്? ഓ, ആ ചോദ്യം നന്നായിട്ടുണ്ടല്ലോ. നീ എന്തറിഞ്ഞിട്ടാടി എന്നോട് ഈ ദേഷ്യം കാണിക്കുന്നെ? അറിയില്ലെങ്കിൽ കേട്ടോ, ഇത് എന്റെ വീടാ. ഈ വീട്ടിൽ ഏത് മുറിയിലും ഏത് നേരത്തും എപ്പോഴും എനിക്ക് കേറാം. അത് ചോദ്യം ചെയ്യാൻ ദേ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. ഒരു നാണമില്ലാതെ എവിടെന്നോ വലിഞ്ഞു കയറി വന്നോളാ നീ. നീ നിന്റെ സ്ഥാനത്ത് നിന്നാ മതി, എന്നെ ഭരിക്കാൻ വരണ്ട. പിന്നെ ഇവള് പറയുന്നത് കേട്ടില്ലേ? നീ എന്നെ നാണം കെടുത്താനാണോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? നീ മിണ്ടരുത്. മനുഷ്യത്വം ഇല്ലാത്തവനാ നീ. ഈ കുടുംബത്തിന്റെ അന്തസ് കെടുത്തുന്ന പ്രവൃത്തികളാ നീ ചെയ്യുന്നത്. നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഗാർഗിയെ ചതിച്ചിട്ട് ഇവളുടെ കുഞ്ഞിന് അച്ഛനാവാന്ന് നീ കരുതണ്ട. അത് നടക്കില്ല. പാർവതിയായി പറയുന്നു. ആ പോയവളുടെ അഹങ്കാരത്തിന് മറുപടി കൊടുക്കണം വിനയ്. മറുപടി കൊടുത്തേ തീരൂ. അതിനുള്ള ഏറ്റവും ശക്തമായ മറുപടി ഒന്നേ ഉള്ളൂ. അതെ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? വിനയ് വന്നു, നീ അവന് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക. അല്ല, കഴിക്കാൻ ഇപ്പോ ഇവിടെ ഒന്നും ഇല്ലല്ലോ പാർവതി. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടായി കൊടുക്കാം. അതെ, ഒരു 2 മിനിറ്റ്. നല്ല ചൂടുള്ള ദോശ ഇപ്പൊ ഉണ്ടാക്കി തരാം. വേഗം വാ പാർവതി. വിനയ് അവിടെ വെയിറ്റ് ചെയ്യോ? ശരി ശരി, ഞാനേ ഇപ്പൊ നല്ല ചൂട് ദോശ ചുട്ടുതരാം. നീ അത് വിനയ്ക്ക് കൊണ്ടുപോയി കൊടുക്ക. ഗാർഗി, നീ കാസ്ട്രോളിങ് എടുക്ക പെട്ടെന്ന്.
പക്ഷേ പ്രഭാവതി അമ്മ മനസ്സിൽ കണ്ടതെല്ലാം മുകളിലിരിക്കുന്ന ഈശ്വരൻ തിരുത്തി കുറിച്ചു. അതുകൊണ്ടാ ഈ നിൽക്കുന്ന പെൺസിംഹം ബ്രോയുടെ ഭാര്യയായി വന്നത്. ഇനി പ്രഭാവതി അമ്മയുടെ കളികൾ വല്ലതും എവിടെ നടക്കൂ? നീ ഉള്ളപ്പോ അതൊന്നും നടക്കില്ല. അത് പിന്നെ ഉറപ്പല്ലേ. ഇനി പ്രഭാവതി അമ്മയുടെ ഒരു കുതന്ത്രവും ഇവിടെ ഫലിക്കില്ല. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കില്ലേ? അതവർക്കും വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാ നിന്നോട് പക വീട്ടാനായി വിനയെ വരുതിയിൽ നിർത്തിക്കൊണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഭ്രാന്ത് പിടിച്ചതുപോലെ അവര് പെരുമാ